ഹായ്. ഇന്ന് ലഞ്ച് കഴിക്കാൻ വന്ന സമയത്ത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡ് കണ്ടു. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് യൂട്യൂബിൽ കണ്ട് ചെയ്തതാണ്. എന്നാലും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഇത് നമ്മുടെ ബീട്രൂട്ട് തോരൻ, അതേപോലെ തന്നെ ഇത് നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, ഇത് നമ്മുടെ മീനാണ്. നമുക്ക് പിറാന എന്നൊക്കെ പറയില്ലേ, മീൻ, നല്ല നെയ്മീനാണ്, നല്ല മീനാണത്. അതേപോലെ തന്നെ ഒരു വെറൈറ്റി ഒരു സംഭവമാണ് ഇത്. ഇത് അതായത് ഇതെന്നാന്ന് വെച്ചാൽ അതന്നെ, ഇത് പരിപ്പും കുമ്പളങ്ങായും ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നോക്കണേ. അത് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സാധാരണ ചാരമുള്ളൊരു കുമ്പളങ്ങയില്ലേ, ആ കുമ്പളങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്യണം. അത് കഴിഞ്ഞ് വെച്ച് നമ്മുടെ തുവരിപ്പരിപ്പില്ലേ, അത് കുറച്ച് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഈ കുമ്പളങ്ങയും പരിപ്പും വേവിക്കണം. അത് അത്യാവശ്യം വെന്ത് കഴിഞ്ഞ് വിസിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് വെച്ചിട്ട് നമ്മുടെ തേങ്ങ ചിരണ്ടിയതും, അതേപോലെ തന്നെ പച്ചമുളക്, ജീരകം, ഇത്രയും കാര്യം നമ്മൾ മിക്സിയിലിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ഈ പറയുന്ന നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന കുമ്പളങ്ങയും പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു കടുവും കൂടെ പൊട്ടിച്ച് ഇടുക. അങ്ങോട്ട് തന്നെ പൊട്ടിയാൽ സെപ്പറേറ്റ് പൊട്ടിച്ചിട്ട് അതിനൊത്തിരി ഇടുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ല ടേസ്റ്റിയാണ്. കുമ്പളങ്ങയൊക്കെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. കുമ്പളങ്ങയുടെ ബെനിഫിറ്റിൽ നമുക്ക് മെയിനായിട്ടും ഇത് നല്ലൊരു ആൽക്കലൈൻ ഫുഡാണ്. അസിഡിറ്റി ഉള്ള ആളുകൾക്കൊക്കെ ഇത് നല്ലതാണ്. അപ്പം അങ്ങനത്തെ കുറേ ബെനിഫിറ്റുകൾ ഇതിനകത്തുണ്ട്. അതേപോലെ കിഡ്നി കണ്ടീഷനുള്ളവർക്ക് നല്ലതാണ് കുമ്പളങ്ങ. അതേപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക്, ജോയിൻറ്റ് പെയിൻസ് ഉള്ളവർക്ക്, ഇവർക്കെല്ലാം ഇത് നല്ലൊരു ഫുഡാണ്. അത് നമുക്ക് ഒഴിച്ച് കറി, ഞാൻ ചോറ് കഴിക്കാറില്ല, ബാക്കി ഈ ഒഴിക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ കുമ്പളങ്ങായും മോര് കാച്ചുമ്പോൾ കുമ്പളങ്ങയുടെ ഇട്ടേച്ച് കാച്ചുവാണെന്നുണ്ടെങ്കിൽ അതൊരു വെറൈറ്റിയാണ്. കുമ്പളങ്ങ എപ്പോഴും ഉൾപ്പെടുത്തി കഴിക്കുക. അതും ചാരമുള്ള കുമ്പളങ്ങയാണ് ഏറ്റവും നല്ലത്. അതിനാണ് ഏറ്റവും കൂടുതൽ മെഡിസിനൽ വാല്യൂ ഉള്ളത്. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ഇട്ട് തരാം. ബൈ.